കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, ആ യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം. கண்கள் சொருகி ஒரு விதமாய் வருகிறதே, அலைபாயுதே கண்ணாயன் மனமிக அலைபாயுதே. ഇത്ര പെട്ടെന്ന് രാവിലെയോ? എന്തെങ്കിലും ആയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഫ്രഷായി വന്ന് ഇനിയിപ്പോൾ താഴെപ്പോൾ അന്നമ്മച്ചിയുടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നീ എണീറ്റായിരുന്നു? ഞാൻ നിന്നെ വിളിക്കാൻ വരുമായിരുന്നു. അന്നമ്മ എണീറ്റ് ഞാൻ താഴത്തേക്ക് വരുമായിരുന്നു. അപ്പോഴാണ് അമ്മ ഇങ്ങോട്ട് കയറി വന്ന്. നീ റെഡിയായിട്ട് താഴത്തേക്ക് പോയി, ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ? ശരി, ഞാൻ റെഡിയായിട്ട് താഴത്തേക്ക് വരാം. എന്നാൽ ഞാൻ താഴത്തേക്ക് പോവാം. Make sweat a drip off of me body, yeah. Oh, you're full of chat and you can't keep up with me energy. What a epic night of it, embedded in your memory. Little bubble up and treat it like a felony. What you gonna do when there is nobody that do it better than this reggae guy? I can do this every morning, every evening. I just screaming straight back to sunrise. Bang, 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 yeah. Go down there, why not go down there? Go down there, why not go down there? May I come in, sir? യെസ് കമ്മിങ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നാൻസി, ഇന്നത്തെ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ്? സാർ, ഇന്ന് മോർണിംഗ് 11 o'clock ഒരു പ്രൊജക്ട് മീറ്റിങ്ങും ഈവനിങ് 1:30 ഒരു സ്റ്റാഫ് മീറ്റിങ്ങും ഉണ്ട്. ഈവനിങ് തന്നെ 3 o'clock ഒരു ക്ലയൻറ്റിനെ കാണാനും പോകണം. ഇതാണ് സാർ ഇന്നത്തെ ഷെഡ്യൂൾസ്. ഓക്കെ. 3 o'clock ഇനി വേറെ മീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നോ സാർ. ഓക്കെ. നാൻസി, ഇന്ന് ഫയൽ സബ്മിറ്റ് ചെയ്യാനുള്ളവരുടെ എല്ലാവരോടും എൻ്റെ ക്യാമ്പിലോട്ട് വരാൻ പറ. ഓക്കെ സാർ. ഓക്കെ, യു ക്യാൻ ലീവ് നൗ. ശരി സാർ. May I come in, sir? യെസ് കമ്മിങ്. Sir, file. ഓക്കെ. എന്താ ഫിലിക്സ്, ഇത് ഇതിൽ മൊത്തം മിസ്റ്റേക്ക് ആണല്ലോ. ഒരു വർക്ക് എന്ന് എങ്ങനെയാണ് ചെയ്തു വെക്കണേ? തനിക്കൊരു വർക്ക് എന്നത് മര്യാദക്ക് ചെയ്യാൻ ആദ്യം പഠിക്കണം. തനിക്കൊരു വർക്ക് എന്നത് മര്യാദക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താനൊക്കെ വീട്ടിൽ പോയിരിക്കണോ? ഇന്ന് 4 മണിക്കൂറിൽ ഫയലിന്റെ ടേബിളിൽ വെച്ചിരിക്കണം, അല്ലെങ്കിൽ തനിക്ക് വീട്ടിലിരിക്കാം. സോറി സാർ, ഇന്ന് 4 മണിക്കുള്ളിൽ റീകട്ട് ചെയ്ത് വെച്ചോളാം. ഫിലിക്സ്, ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. You repeat this, I will fire you. Sorry sir, I won't repeat it again. Okay, now you can go. Okay sir. നാൻസി. എന്ത് സാർ? നാൻസി ഫിലിക്സിന്റെ ഫയൽ റീചെക്ക് ചെയ്തിട്ടാണ് എൻ്റെ അടുത്ത് വിട്ടേ. അത് പിന്നെ സാർ. നാൻസി, ഐ ആം ആസ്കിംഗ് ടു യു, ഗിവ് മി ദ ആൻസർ. നോ സാർ. നാൻസി, എന്തുകൊണ്ട് ഇത്ര കെയർലെസ് ആയി? നാളെ പ്രസന്റ് ചെയ്യേണ്ട വർക്കാണ് ആ ഫയലിലുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് നാൻസി ചെക്ക് ചെയ്തില്ല? നാൻസി, ഇനി ഇങ്ങനെ ഉണ്ടാവരുത്. ഇങ്ങനെ ഉണ്ടായാൽ നാൻസി പിന്നെ ഈ കമ്പനിയിട്ട് വന്നോന്നില്ല. ഓക്കെ സാർ, ഐ ആം സോറി ഫോർ മൈ മിസ്റ്റേക്ക്. ഈ ഒരു പ്രാവശ്യം ക്ഷമിച്ചത് ഇനി ക്ഷമിച്ചോളണമെന്നില്ല. നാൻസിയുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ നാൻസിക്ക് വീട്ടുകാരെ നോക്കി വീട്ടിലിരിക്കാം. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. നാൻസി, യു ക്യാൻ ഗോ. താങ്ക് യു സർ. മോനെ ഫിലിക്സേ. എന്താ നാൻസി? നീ എന്താ ചെയ്തു വെച്ചേ? എന്റെ ജോലി കൂടി കളയാനായിട്ട് അവൻ ചിരിച്ചോണ്ട് വന്നേക്കണം. നീ എന്റെ കാലനാണോടാ എന്റെ ജോലി നശിപ്പിക്കാനായിട്ട്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ എൻ്റെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് വേണം നീ സാറിൻ്റെ അടുത്ത് കൊടുക്കുക. സാറിൻ്റെ വായി നിന്നെയും കൂടി ചീത്തയിപ്പിച്ചിട്ടാവനെ വന്ന് കിണിച്ചോണ്ട് നിൽക്കുക. നീ കാരണം എൻ്റെ ജോലി വേനെ വായിത സാറിന് നല്ല മൂടായോണ്ട് സാർ ഒന്നും ചെയ്യാണ്ട് വെറുതെ വിട്ടു. സോറി നാൻസി കൊച്ചി, ഞാൻ എന്നാ ചെയ്യാനാ? ഞാൻ നല്ല രീതിയിലാണ് ചെയ്തത്, പക്ഷെ കാലനാണെങ്കിൽ ഇത് പിടിച്ചില്ല. അത് വിട്, എന്തായാലും ജോലി പോയില്ലല്ലോ, അതും ആലോചിച്ചോണ്ട് ആശ്വസിച്ചോണ്ടിരിക്കാം. ഇനി ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ഇവിടുന്ന് പുറത്തായ വേറെ എവിടെയും പോയി ജോലി ചെയ്യാൻ പറ്റില്ല. ദൈവത്തോർത്ത് എൻ്റെ ജോലി കളയരുത്. ഇല്ല ഇനി അങ്ങനെ ചെയ്യില്ല. ഞാൻ ചെയ്ത വർക്ക് നിന്നെ കാണിച്ചിട്ട് സാറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുള്ളൂ. ഓക്കെ? ശരി. അതാണ് എൻ്റെ നാൻസി കൊച്ചി. വാ, ഞാൻ ക്യാൻറ്റീൻ എന്തെങ്കിലും വാങ്ങിത്തരാം. വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വഴക്ക് കിട്ടുമെന്നും അറിയില്ല, തിന്നെല്ലാം ദഹിച്ചു എന്നൊന്നിന്. ശരി, വാ, ഞാൻ വില വാങ്ങിത്തരാം. നീ തന്നെ വാങ്ങിത്തന്നെ. ദേവണ്ണ, എൻ്റെ പോക്കറ്റ് കാലിയാക്കിയേക്കല്ലേ. ആലോചിക്കാം. നന്നായി. എനിക്കിത് വേണം. ഫുഡ് മേടിച്ചു തരാമെന്ന് എന്തിനാണോ പറയാൻ പോയെ? അതിതും പറയാണ്ട് വന്നേ എനിക്ക് മേടിച്ചോ? നടക്ക്. ഇന്നത്തെ ഫുഡ് നിന്റെ വക. ഞാൻ ആരെയെ കൊണ്ട് മേടിപ്പിക്കുന്ന ആലോചിച്ചിട്ട് അപ്പൊ നീ ആയിട്ട് പറഞ്ഞു മേടിച്ചു തരാന്ന്. അപ്പൊ എന്റെ കാര്യത്തിലൊരു തീരുമാനേ? യെസ് പറഞ്ഞിക്ക സമയമില്ല, എനിക്ക് കുറെ സാധനം നോക്കാനുണ്ട്. വന്നേ എനിക്ക് മേടിച്ചെന്നേ. വാ, നടക്ക്.
ഡേവിഡ് എൻ്റെ ക്യാബിനോട്ട് വാ. യെസ് സാർ. എന്താ സാർ വിളിച്ചേ? ആ ഡേവിഡ്, നിന്നെ വിളിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരാളുടെ ഡീറ്റെയിൽസ് എടുത്ത് തന്നെ. ആളുടെ ഫോട്ടോ ഞാൻ നിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കാം. ഓക്കെ സാർ. എന്നാ സാറേ ഞാനങ്ങ് പോയിക്കോട്ടെ? ആ ശരി കേട്ടോ, തനത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. ശരി സാർ. I summoned you, please come to me. Don't bury thoughts that you really want. I fill you up, drink from my cup. Within me lies what you really want. Come ബോസ്, ഹലോ മിസ്സേ, ആരും പോലെ എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ഈ വീഡിയോക്ക് ലെങ്ത്ത് കുറവാണെന്ന് എനിക്കറിയാം. ഈ കുറച്ച് ആരോഗ്യ പ്രശ്നം, കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോക്ക് ലെങ്ത്ത് ഭയങ്കര കുറവായത്. കാരണം ഇത് നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചാണ്. അത് ഞാൻ ഇനി ഇടാണ്ട് പോയി കഴിഞ്ഞാൽ ലോങ് ആവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇടുവാണ്. ഞാൻ വിചാരിച്ചത് ഇനി വന്ന എല്ലാ എപ്പിസോഡിലും ലെങ്ത്ത് വെച്ചിടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ സാഹചര്യം മൂലം എനിക്ക് അങ്ങനെ ഇടാൻ പറ്റിയില്ല. ഇനിയുള്ള എപ്പിസോഡ് ഞാൻ നല്ല ലെങ്ത്തിൽ ഇടാൻ ശ്രമിക്കാം. പിന്നെ ഒരുമിച്ച് എനിക്ക് ഈ കഥയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എറിക്കിന് ഫാമിലി ഒന്നുമില്ലെന്ന്. പക്ഷെ ശരിക്കും എറിക്കിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അവർ എറിക്കിൻ്റെ 10 വയസ്സൊക്കെ ആയപ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ചെയ്തത്. എറിക്കിൻ്റെ ഫാദറിന് പറയുകയാണെങ്കിൽ ഒരു മാഫിയായിരുന്നു. ഏതോ ഈ എറിക്കിൻ്റെ ഫാദറിൻ്റെ ശത്രു എന്തോ ആണ് ആക്സിഡൻ്റ് ആക്കിയത്. അപ്പോൾ ശരിക്കും എറിക്കിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പം ഇല്ല. എന്നുകൊണ്ടാണ് ഞാൻ നോ ഫാമിലി എന്ന് പറഞ്ഞത്. എറിക്കിൻ്റെ ഫാമിലി ആയാലും അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം എപ്പിസോഡിൽ വരും. അപ്പോൾ ബൈ ആർമിസി, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. I can make it right.